നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാണ് വർമ്മ സാറേ, സാറ് ജീവൻ രക്ഷിച്ച ആ മനുഷ്യൻ. അതിനുശേഷം കുമാരി ചേച്ചിയുടെ മകന്റെ ഓപ്പറേഷനും സാറ് പണം നൽകി സഹായിച്ചു. രാഷ്ട്രീയപരമായി വർമ്മ സാറിനെ ഞങ്ങളൊരു ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. അതിന് കാരണം കാലാകാലങ്ങളായി ഞങ്ങളുടെ ചെവിയിൽ ഞങ്ങളുടെ നേതാക്കൾ ചമഞ്ഞവർ ഓതിത്തന്ന വിഷമാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു. ശരി, ഞാൻ വിളിക്കാം. ശേഖര, എന്താ ചേട്ടാ? എന്താ അവിടെ ഒരു ബഹളം? ഞാൻ നോക്കാം ചേട്ടാ. സർ, സാറിനെ കാണാൻ വേണ്ടി കലാം നഗറിൽ നിന്ന് കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന്. ശരി, അവരകത്തേക്ക് കയറ്റി വിടാൻ പറയും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപ് വർമ്മയ്ക്ക് നാടിന്റെ അനുമോദനങ്ങൾ. ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഹീറോ ആയിരിക്കുകയാണ് പ്രതാപ് വർമ്മ. മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ മൂലം ഒരു രോഗിയെ മരണത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ് പ്രതാപ് വർമ്മ. രാഷ്ട്രീയ മേഖലയിലെയും സിനിമാ കായിക മേഖലയിലെയും പ്രമുഖ വ്യക്തികൾ വർമ്മയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. മന്ത്രി പ്രതാപ് വർമ്മ കി ജയ്, 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 മന്ത്രി പ്രതാപ് വർമ്മ കി ജയ്. എന്താ രാജു ഇതൊക്കെ? സർ, ഞങ്ങൾ കലാഗ്രാമത്തിലെ താമസക്കാരാണ്. വർമ്മ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? എന്തിനു? വർമ്മ സാറ് കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചപ്പോ ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ നാട്ടുകാര് ഇലക്ഷൻ വർക്ക് ചെയ്തതും വോട്ട് ചെയ്തതും വർമ്മ സാറിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ആവശ്യം വന്നപ്പോ അന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന പലരുടെയും വീടുകളിൽ കയറിയിറങ്ങി. പക്ഷെ കോടീശ്വരന്മാരായ ആരും ഈ കുട്ടിയെ സഹായിച്ചില്ല. ഈ കുട്ടിക്ക് വേണ്ട ധനസഹായം പരമാവധി വേഗത്തിൽ കിട്ടി. ഈ ചേട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം വർമ്മ സാറിന്റെ ഒരു ഒപ്പ. ഇതാണ് വർമ്മ സാറേ, സാറ് ജീവൻ രക്ഷിച്ച ആ മനുഷ്യൻ. അതിനുശേഷം കുമാരി ചേച്ചിയുടെ മകന്റെ ഓപ്പറേഷനും സാറ് പണം നൽകി സഹായിച്ചു. രാഷ്ട്രീയപരമായി വർമ്മ സാറിനെ ഞങ്ങളൊരു ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. അതിന് കാരണം കാലാകാലങ്ങളായി ഞങ്ങളുടെ ചെവിയിൽ ഞങ്ങളുടെ നേതാക്കൾ ചമഞ്ഞവർ ഓതിത്തന്ന വിഷമാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു. ഇനി മുതൽ ഞങ്ങൾ വർമ്മ സാറിന് ഒപ്പമാണ്. വർമ്മ സാർ കി ജയ്, 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 വർമ്മ സാർ കി, വർമ്മ സാർ കി. നിങ്ങളുടെ ഈ പ്രശംസയ്ക്ക് ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ എല്ലാ പ്രശംസകൾക്കും നന്ദി. ഞാൻ എന്റെ എതിർ കക്ഷിക്കാരെ എന്റെ രാഷ്ട്രീയ ശത്രുക്കളായല്ല, രാഷ്ട്രീയ സുഹൃത്തുക്കളായാ കാണുന്നേ. എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന കുറ്റബോധമൊന്നും ആർക്കും വേണ്ട. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ നേരിട്ട് കണ്ട് ആവശ്യങ്ങൾ പറയാം. നിങ്ങളും എനിക്കെന്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും അച്ഛനമ്മമാരുമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? സാറിന്റെ ദയ കൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. സാറിന്റെ ദൈവമാണ് സർ. അങ്ങനെ വലിയ വാക്കൊന്നും പറയില്ലേ ചേട്ടാ. സാർ, മോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ടൗണിലൊരു ഷോപ്പിൽ നിൽക്കാ സർ. മോൾ ഏതൊരു പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞതാ. അച്ഛൻ മാത്രമേ ഉള്ളോ? അതെ സർ. മോളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ചേട്ടന് ഒരു പേടിയും വേണ്ട. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഇത് രാജു, എന്റെ PA.
നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും രാജുവിനോട് പറഞ്ഞാൽ മതി. ശരി വർമ്മ സാറേ, വളരെ നന്ദി. സർ, സിഎമ്മിന്റെ കോള. നമസ്കാരം സർ. നമസ്കാരം വർമ്മ. TV ഓൺ ചെയ്താൽ മൊത്തം താനാണല്ലോ. TV ഓൺ ചെയ്. താനെന്താ ധനസഹായ ഫണ്ടിൽ നിന്ന് സഹായം നൽകിയെന്നോ? അത് പോരാഞ്ഞിട്ട് സ്വന്തം കാശുകൊണ്ട് ഒരു വിധവയായ സ്ത്രീയുടെ മകന്റെ ഓപ്പറേഷൻ നടത്തിയെന്നോ ഒക്കെ ആണല്ലോ കേട്ടത്. അയ്യോ സർ, ഞാനതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല. മന്ത്രി പ്രതാപവർമ്മയ്ക്ക് കേരളക്കരയുടെ അഭിനന്ദന പ്രവാഹം. ഇതുവരെ തന്റെ നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്ന ആർക്കും കലാനഗറിലെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടില്ല. തനിക്കത് സാധിച്ചെങ്കിൽ താൻ ഉറപ്പിച്ചോ, അടുത്ത തവണയും തന്റെ മണ്ഡലത്തിൽ താൻ തന്നെ ജയിക്കും, കൂടുതൽ ഭൂരിപക്ഷത്തോടെ. താങ്ക് യു സർ. ശരി ശരി. മന്ത്രി പ്രതാപവർമ്മ ചെയ്ത സൽപ്രവൃത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും അദ്ദേഹം അനുവദിച്ച ഫണ്ട് കൊണ്ട് സാധുവായ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. മന്ത്രി പ്രതാപവർമ്മയുടെ TV ഓഫ് ആക്കിക്കോ. ഇടപെടൽ ഒരു കുടുംബത്തിന്റെ ഇതിപ്പോ പുകഴ്ത്തൽ ഇത്തിരി അധികമായോന്നൊരു സംശയം. ഇതെന്റെ വിജയമല്ലല്ലോ. ആ വാ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. മോളെ പറഞ്ഞത് കേട്ടില്ലേ? വാ, വന്ന് ഭക്ഷണം കഴിക്ക്. ലതിക മാഡം, കിട്ടിയ അവസരം പാഴാക്കാതെ പോയി അച്ഛന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേ. അയ്യോ, എനിക്ക് പേടിയാ. പേടിക്കാതെ പോയിരുന്ന് ഭക്ഷണം കഴിക്കും മാഡം. വർമ്മ സാറും മാഡത്തിനെയും കൂടി ഉദ്ദേശിച്ച എല്ലാവരും വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞേ. ആണോ? പിന്നെ അല്ലാതെ. ഭഗവാനെ, കൃഷ്ണ, എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വലിയൊരു കുരുക്കിൽ നിന്നാ ഞാൻ രക്ഷപ്പെട്ടത്. ധന്യയുടെ നാട്ടിലെ ആളുകൾ വന്ന് നന്ദി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ടിവിയിൽ അച്ഛനെ കുറിച്ച് നല്ല ന്യൂസ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയന്. നീയാണ് ശരിക്കും അത്ഭുതം കാണിച്ചത്. ഇപ്പൊ നീ കാണിച്ച അത്ഭുതം പോലെ ഇനിയും അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ കാണിച്ച് എനിക്കും അച്ഛനും ഇടയിലുള്ള അകലം നീ ഇല്ലാതാക്കില്ലേ കൃഷ്ണ? പ്ലീസ് കൃഷ്ണ, എന്നെ നീ സഹായിക്കണേ. ഓ, അത് ശരി. അപ്പൊ ക്രെഡിറ്റ് മുഴുവൻ മാഡം കൃഷ്ണന് നൽകിയല്ലേ? രാജു എന്നോട് മിണ്ടണ്ട. ഒരു അത്യാവശ്യത്തിന് കോൾ ചെയ്യുമ്പോ രാജു ഫോൺ അറ്റൻഡ് ചെയ്യില്ല. പോട്ടെ, ഞാൻ അയച്ച മെസ്സേജിന് രാജു റിപ്ലൈ ചെയ്തോ? എന്നിട്ടിപ്പോ എല്ലാം കഴിഞ്ഞപ്പോ വന്നിരിക്കുന്നു. എനിക്കിനി രാജുവിന്റെ മുഖം കാണണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.